നമസ്കാരം, ഞാൻ സ്വാതി വിജേഷ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാട്ടടവിന് ശേഷമുള്ള അടവാണ്. പറവൽ അടവ് എന്നാണ് അതിന്റെ പേര്. അതിന് 4 വെറൈറ്റീസ് ഉണ്ട് ഈ അടവിന്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നെക്സ്റ്റ് ഇനി വിനിയോഗം പഠിക്കാമെന്ന്. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി സ്റ്റെപ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വിനിയോഗം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുന്ന ഒരു കേസല്ല. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പിന്റെ കൂടെ തന്നെ വിനിയോഗങ്ങളും കൂടെ എടുത്തു പോവാം, അപ്പൊ ആർക്കും ബോറടിക്കില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമസ്കരിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്പീഡ് നോക്കാം. പറവലടവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പും അതിന്റെ ഫസ്റ്റ് സ്പീഡും ആണ്. അതിന് അരമണ്ഡലം ഇരിക്കുക, കൈ രണ്ടും പതാക പിടിക്കുക. Left side ta tei tei tam de tei tei tam ta tei tei tam de tei tei tam. Next, second speed. धन कुतक धिकुतक तिंकिन तुम ते ते तम दे ते ते तम ता ते ते तम दे ते ते तम ता ते ते तम दे ते ते तम ता ते ते तम दे ते ते तम. Next, third speed. ഞാൻ എടുത്തു പറയുന്നത് ഇതിന് നല്ല എളുപ്പമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം അരമണ്ഡലം ഇരിക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിലൊക്കെ അത് 2 തവണ സൈഡിലോട്ട് ചവിട്ടാം. ഇനി ലെഫ്റ്റ് സൈഡിലെ കാല് ബാക്കില് സ്വസ്തികം വെക്ക. ഇനി ഫ്രണ്ടിൽ ഇരിക്കുന്ന കാല് ഉയർത്തി ചവിട്ടുക. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും കൂടെ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പറവൽ അടവ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ അടവിൽ നമ്മൾ 3 മുദ്രകളാണ് ഉപയോഗിക്കുന്നത്: പതാക, ത്രിപതാക, കടകാമുഖം. അപ്പൊ സ്റ്റെപ്പ് എല്ലാവർക്കും ചെയ്ത് കാണിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ബാക്കിൽ ഇരുന്ന് എന്റെ വാവ അങ്ങനെ കീക്കിന്ന് വെച്ചേക്കിട്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കാം, വേറെ നിവർത്തിയില്ല, വേറെ ആരുമില്ല, ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അവനവിടെ കൊണ്ടിരുത്തിയാലേ രക്ഷയുള്ളൂ. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.